റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്നത്. ഇപ്പോഴത്തെ നില തുടർന്നാൽ അധികം വൈകാതെ തന്നെ പവന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോയേക്കുമെന്നാണ് കരുതുന്നത്. ഇതിന് പല പല കാരണങ്ങളാണ് ആ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത കാലത്തെങ്ങും സ്വർണത്തിന് വിലക്കുറവുണ്ടാകില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്ത് സ്വർണ്ണ ഉപഭോഗത്തിൽ മുന്നിലുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിനും സ്വർണ്ണ ഉപഭോഗം ഒട്ടും കുറവില്ല. കല്യാണത്തിന് വധു അണിയുന്ന സ്വർണത്തിന്റെ അളവ് നോക്കി സ്റ്റാറ്റസ് കണക്കാക്കുന്നവരും നിരവധിയാണ്. പണക്കാരെയും പാവങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് സ്വർണ്ണവില ഉയരുമ്പോൾ എവിടെയാണ് സ്വർണത്തിന് ഏറ്റവും അധികം വിലക്കുറവെന്നാണ് ആഭരണ പ്രേമികൾ ഇപ്പോൾ തിരക്കുന്നത്. UAE എന്നതായിരിക്കും കൂടുതൽ ആൾക്കാരുടെയും മനസ്സിലെത്തുന്ന ഉത്തരം. എന്നാൽ ദുബായിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങാനാവുമെന്നതാണ് സത്യം. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഇവിടുത്തെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന കാര്യം മറക്കാതിരിക്കുക. ലോക പോലീസായ അമേരിക്കയിലാണ് സ്വർണ്ണവില ഏറ്റവും കുറവ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും സ്വർണ്ണശേഖരവുമുള്ള രാജ്യമാണ് അമേരിക്ക. ഇവിടുത്തെ സ്വർണ്ണശേഖരത്തിന്റെ അളവ് കേട്ടാൽ ആരും അന്തം വിട്ടുപോകും. ഏകദേശം 8000 ടണ്ണിലധികം വരും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടേത് 800 ടണ്ണിന് മുകളിലാണെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ രാജ്യത്തെ പൊന്നുപോലെ സംരക്ഷിക്കുന്നതാണ് ഓരോ രാജ്യത്തിന്റെയും കരുതൽ സ്വർണം. അമേരിക്കയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 8586 രൂപ മാത്രമാണ്. 22 ക്യാരറ്റ് ആകുമ്പോൾ വീണ്ടും വില കുറയും. ഗ്രാമിന് 7874 രൂപ മാത്രമേ ഉള്ളൂ. ഇന്ന് കേരളത്തിൽ ഗ്രാമിന് 10,000-ന് മേലെയാണ് വില. ഓസ്ട്രേലിയയിലെയും മഞ്ഞലോഹത്തിന് വില കുറവാണ്. ഇവിടെ 24 ക്യാരറ്റ് സ്വർണത്തിന് 8602 രൂപയും 22 ക്യാരറ്റിന് 7889 രൂപയുമാണ് ഉള്ളത്. ഇവിടെ വില നമ്മുടെ നാട്ടിലേതുപോലെ വളരെ പെട്ടെന്ന് കൂടുകയും കുറയുകയും ഇല്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സ്ഥിരമായ ഡിമാൻഡാണ് ഇതിന് കാരണം. മാത്രമല്ല രാജ്യത്തുള്ള ഖനികളിൽ നിന്ന് ആവശ്യത്തിന് സ്വർണവും ലഭിക്കുന്നുണ്ട്. കൊളംബിയ, മലാവി, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിലും സ്വർണത്തിന് തീരെ വില കുറവാണ്. ഇന്തോനേഷ്യ സ്വർണത്തിന്റെ ഒരു ഹോട്ട്സ്പോട്ട് ആണെന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല എന്നത് സത്യമാണ്. രാജ്യത്ത് നിന്ന് കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതും വികസിക്കുന്ന വിപണിയും ഉള്ളതിനാൽ മത്സരാധിഷ്ഠിതമായ വില നിലനിർത്താൻ ഭരണകർത്താക്കൾക്കും വ്യാപാരികളും ശ്രമിക്കാറുണ്ട്. ലോകത്തെ ഏറ്റവും പരിശുദ്ധ സ്വർണം ലഭിക്കുന്ന രാജ്യങ്ങളിലൊന്ന് സ്വിറ്റ്സർലൻഡാണ്. പരിശുദ്ധി, സ്ഥിരത, ഗുണനിലവാരത്തെ അപേക്ഷിച്ച് കുറഞ്ഞ വില എന്നിവ സ്വിറ്റ്സർലൻഡിലെ സ്വർണ്ണപ്രേമികളുടെ പ്രിയ രാജ്യമാക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങി ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചെലവ് കൂടി ചേർത്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് സ്വർണം വാങ്ങുന്നതായിരിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.